സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കിട്ടിയ ഈ സോഴ്സസ് നോക്കിയിട്ട് ഇംഗ്ലീഷ് പാരഗ്രാഫ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിൽ ചില കാര്യങ്ങൾ, പ്രധാന ആശയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും. ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പല വഴികളുണ്ട്. നമ്മൾ എന്തിനാണ് എഴുതുന്നത്, എന്താണ് വിഷയം, ആരാണ് വായിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ടെക്നിക് തിരഞ്ഞെടുക്കാൻ. അതെ. അപ്പോൾ ഈ കിട്ടിയ ഗൈഡിൽ പ്രധാനമായിട്ടും 5 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഒന്ന്, ഉദാഹരണങ്ങൾ വെച്ച് പറയുന്നത്, ഇല്ലസ്ട്രേഷൻ. പിന്നെ ഡെസ്ക്രിപ്ഷൻ, വിവരണം. അതെ, വിവരണം. പിന്നെ കോസ് ആൻഡ് എഫക്റ്റ്, കാരണം ഫലം. ഡെഫിനിഷൻ, അതായത് നിർവചനം. പിന്നെ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, താരതമ്യവും വ്യത്യാസവും. ഓക്കെ. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ, എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗപ്രദമാവുക എന്ന്. ശരി. അപ്പൊ ആദ്യത്തേത് ഇല്ലുസ്ട്രേഷൻ, ഉദാഹരണങ്ങൾ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഒരു പാരഗ്രാഫിനെ മെച്ചപ്പെടുത്തുന്നത്? നമ്മളൊരു ജനറലായ ഒരു കാര്യം പറഞ്ഞു എന്ന് വെക്കുക. അത് വായിക്കുന്നയാൾക്ക് ശരിയാണല്ലോ എന്ന് തോന്നണം. അത് വ്യക്തമാവണം. അവിടെയാണ് എക്സാമ്പിൾസിന്റെ റോള്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇപ്പോ ഈ സോസിലൊരു ഉദാഹരണം കണ്ടില്ലേ? വാം ബ്ലഡഡ് ആനിമൽസിന്റെ കാര്യം. അതെ. അവ ജനിക്കുമ്പോൾ എത്രത്തോളം ഹെൽപ്ലെസ് ആണ് എന്ന് കാണിക്കാൻ പക്ഷികള്, വവ്വാലുകള്, സീലുകള്, ആനക്കുട്ടികള്, അങ്ങനെ പലതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷികൾക്ക് പറക്കാൻ പഠിക്കണം, സീലിനെ അമ്മ നീന്താൻ പഠിപ്പിക്കണമെന്നൊക്കെ. അതെ, അതെ. ആനക്കുട്ടിക്ക് തുമ്പിക്കൈ ആദ്യം ഒരു ഭാരമാണെന്നൊക്കെ പറയുന്നു. അപ്പോ ആ ജനറൽ ഐഡിയ ശരിക്കും എസ്റ്റാബ്ലിഷ് ആവുന്നു. ഓക്കെ. അപ്പോൾ വെറുതെ ഒരു ലിസ്റ്റ് കൊടുത്താൽ പോരാ, ആ എക്സാമ്പിൾ എങ്ങനെയാണ് ആ പോയിന്റുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് കാണിക്കണം, ഡീറ്റെയിൽ വേണം. എക്സാക്ട്ലി. ആവശ്യത്തിന് എക്സാമ്പിൾസ് വേണം. അത് ലോജിക്കലി ആ മെയിൻ ഐഡിയയുമായിട്ട് ലിങ്ക് ചെയ്യണം. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരി. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ. ഒരു വസ്തുവിനെയോ സ്ഥലത്തെയോ ഒക്കെ വിവരിക്കുന്നത്. അവിടെ എന്താണ് പ്രധാനം? ആ പോർപോയ്സിനെ വിവരിച്ചത് ഓർക്കുന്നു. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ആണ് പ്രധാനം. വളരെ പ്രിസൈസ് ആയ വാക്കുകൾ വേണം. നമ്മുടെ സെൻസസ് ഇല്ലേ, കാഴ്ച, കേൾവി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഡീറ്റെയിൽസ്. സ്ഥലം, അതിന്റെ പൊസിഷൻ, അളവുകൾ, ഷേപ്പ്, നിറം, പാറ്റേൺ, ഇതൊക്കെ വരാം. പോർപോയ്സിന്റെ കാര്യത്തിൽ അതിന്റെ ഗൺമെറ്റൽ ഹൈഡ് എന്ന നിറം, 8 തൊട്ട് 12 അടി നീളം, ഓരോ താടിയിലും 44 മുതൽ 50 പല്ലുകൾ, ഭക്ഷണം സ്ക്വിഡ് ആണെന്നുള്ളത്. അതിന്റെ ശ്വാസമെടുക്കുന്ന രീതി, ബ്ലോ ഹോൾ. അതെ. പിന്നെ അതിന്റെ ശബ്ദം, കാഴ്ച, പിന്നെ കീനസ്റ്റ് ഓഡിറ്ററി സെൻസ് ആണെന്ന് പറയുന്നു. തലച്ചോറിന് 3.7 പൗണ്ട്സ് ഭാരമുണ്ട് എന്നൊക്കെ. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ചിത്രം മനസ്സിൽ വരും. ഇതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ടോ? ഒരു ജനറൽ വ്യൂ തന്നിട്ട് പിന്നെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതാണോ നല്ലത്? സാധാരണ നല്ല ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെയാണ്. ഒരു ജനറൽ പിക്ചർ കൊടുത്തിട്ട് പിന്നെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. ഒരു സീൻ വിവരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ളത് ആദ്യം, പിന്നെ ദൂരെയുള്ളത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക്, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ ഒരു ഓർഡർ നല്ലതാണ്. ഓക്കെ, മനസ്സിലായി. ഇനി മൂന്നാമത്തേത് കോസ് ആൻഡ് ഇഫക്റ്റ്. ഇത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയായാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ? അതെ. ഒരു കാര്യത്തിന്റെ കാരണങ്ങൾ അനാലിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ പറയാനോ ഇത് ഉപയോഗിക്കാം. കാരണങ്ങൾ ചിലപ്പോൾ കോംപ്ലക്സ് ആവാം, ഒന്നിലധികം ഉണ്ടാവാം. ആ ഇറോഷന്റെ കാര്യം നോക്കൂ. മണ്ണൊലിപ്പ്, അതിന്റെ കോസസ് പറയുമ്പോൾ ഗ്ലേഷ്യേഴ്സ്, ഫ്രോസ്റ്റ്, കാറ്റൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഏറ്റവും വലുത് വെള്ളമാണെന്ന് പറയുന്നു. അതെ, വാട്ടർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോസ് എന്ന് പറയുന്നു. വെള്ളം പാറകളെ ഡിസോൾവ് ചെയ്യുന്നതും മഴവെള്ളം മണ്ണ് കൊണ്ടുപോകുന്നതും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എഫക്ട്സ്, ഭൂകമ്പത്തിന്റെ എഫക്ട്സും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഒരു കോസ്, അതായത് എർത്ത്ക്വേക്ക്, എങ്ങനെ പലതരം എഫക്ട്സ് ഉണ്ടാക്കുന്നു എന്ന് ലിസ്റ്റ് ചെയ്യുന്നു. നഗരങ്ങളിൽ ഗ്യാസ് മെയിൻസ് പൊട്ടുന്നു, ഫയേഴ്സ്, കെട്ടിടങ്ങൾ വീഴുന്നു, കടലിലാണെങ്കിൽ ടൈഡൽ വേവ്സ് വരുന്നു, മലകളിലാണെങ്കിൽ അവലാഞ്ചസ്. ശരി. ചിലപ്പോൾ കോസും എഫക്റ്റും ഒരുമിച്ചും വരാം. ആ സൂര്യപ്രകാശത്തിന്റെ ഉദാഹരണം പോലെ. സൺലൈറ്റ് എങ്ങനെയാണ് ജീവന അടിസ്ഥാനമാവുന്നത്, അതിന്റെ കാരണങ്ങളും ഫലങ്ങളും ഒരുമിച്ചു പറയുന്നു. ഇനി ഡെഫിനിഷൻ. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്ങനെ ഒരു പാരഗ്രാഫ് ടെക്നിക്കാവും? മാപ്പിന്റെ ഉദാഹരണം കണ്ടു. ചിലപ്പോൾ ഒരു വാക്കിന്റെ അർത്ഥം വിശദീകരിക്കാൻ തന്നെ ഒരു പാരഗ്രാഫ് വേണ്ടിവരും. ഒരു കോംപ്ലക്സ് ഐഡിയ ആണെങ്കിൽ പ്രത്യേകിച്ചും. മാപ്പ് ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് ആദ്യം പറയുന്നു. എന്നിട്ട് അതിന്റെ ഉപയോഗം, ചരിത്രം. അതെ. ആ ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ അതിനെക്കുറിച്ചൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, പിന്നെ എക്സാമ്പിൾസ്, എസ്കിമോ മാപ്പുകൾ, ഏൻഷ്യൻ മാപ്പുകളൊക്കെ. അങ്ങനെ ആ ഡെഫിനിഷനെ ഡെവലപ്പ് ചെയ്യുന്നു.
ഓക്കെ. ഫൈനലി കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, താരതമ്യവും വൈരുദ്ധ്യവും. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക? സിമ്പിളാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സാമ്യം കാണിക്കാൻ കമ്പാരിസൺ, വ്യത്യാസമെടുത്ത് കാണിക്കാൻ കോൺട്രാസ്റ്റ്. ആ മനുഷ്യരിലെയും കുരങ്ങുകളിലെയും ഹൈറാർക്കിയുടെ ആവശ്യം കമ്പയർ ചെയ്യുന്നത് കണ്ടില്ലേ? രണ്ടിലും ഓർഡറും ഡിസിപ്ലിനും വേണം. അതിനെ ഈ ഹൈറാർക്കി സഹായിക്കുന്നു എന്ന് പറയുന്നു. രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി. ഓക്കെ. കോൺട്രാസ്റ്റിന് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതെ, അത് നല്ലൊരു കോൺട്രാസ്റ്റ് എക്സാമ്പിളാണ്. ഭൂമി ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന, ഫെർട്ടൈലായ, അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ഗ്രഹം. എന്നാൽ ചന്ദ്രൻ എയർലെസ്, വാട്ടർലെസ്, ലൈഫ്ലെസ്. എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്. അതെ, -155°C തൊട്ട് 105°C വരെ ഒരു ഡെഡ് പ്ലാനറ്റ് ആണെന്ന് പറയുന്നു. ആ വ്യത്യാസങ്ങൾ എടുത്തു പറയുമ്പോൾ രണ്ടിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടും. അപ്പോൾ ശരിയാണ്, നമ്മളൊരു ആശയം പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ലസ്ട്രേഷൻ, ഡിസ്ക്രിപ്ഷൻ, കോസ് ആൻഡ് എഫക്റ്റ്, ഡെഫിനിഷൻ, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, ഇങ്ങനെ പല ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായി പറഞ്ഞു. ഓരോന്നിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിലും ഓർഡറും പ്രധാനമാകുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റിൽ ആ ലോജിക്കൽ കണക്ഷനാണ് പ്രധാനം. അതെ. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണോ, അതിന് ഏറ്റവും എഫക്റ്റീവായ ടെക്നിക്ക് ഏതാണോ അത് തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് നമ്മുടെ എഴുത്ത് കൂടുതൽ നന്നാവുന്നത്. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എഴുതുമ്പോൾ സാധാരണ ഇതിൽ ഏത് ടെക്നിക്കാണ് കൂടുതൽ ഉപയോഗിക്കാറ്? അതല്ലെങ്കിൽ ഒരു ഐഡിയയെ കൂടുതൽ നന്നായി അവതരിപ്പിക്കാൻ ഈ ടെക്നിക്സ് എങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമുക്ക് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.